10 വർഷം കോടീശ്വരിയായ ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി, വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി, ഒരേ ഒരു മകൾ അപ്പനും അമ്മയ്ക്കും, ഭക്ഷണം വെച്ചു കൊടുക്കാനൊരു വേലക്കാരി, ഒരു നല്ല വാക്ക് പറയത്തില്ല, നിരന്തരം മൃഗീയമായ വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ 10 വർഷം സഹിച്ചു. കണ്ണുനീരും വിലാപങ്ങളും, മനസ്സിന്റെ താളം തെറ്റി. 10ാമത്തെ വർഷം ഈ സഹോദരി പടിയിറങ്ങി. ഒടുവിൽ അവൻ വിദേശത്ത് നിന്ന് വന്ന അവളുടെ കാലുവരെ പിടിച്ചു. സോറി ചേട്ടാ, ഇനി എനിക്ക് പറ്റത്തില്ല. 10 വർഷം അവന്റെ മേൽ കർത്താവ് കാണിച്ച കരുണയത്. 10 ദിവസം ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ നിന്നോട് കരുണ കാണിച്ചെന്ന് വരും ദൈവം. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. ഓരോ സെക്കൻഡും ഇനി നിനക്ക് വിലയുള്ളതാണ്. ജീവിതത്തിൽ തനിച്ചായിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നടക്കാൻ ശേഷിയില്ലാത്ത സമയത്ത്, ഇച്ചിരി വെള്ളം എടുത്തു തരാൻ പറ്റാത്ത ആളില്ലാത്ത സമയത്ത്, നീ പറഞ്ഞ വാക്കുകൾ, നീ ചെയ്ത പ്രവൃത്തികൾ, നീ കരയും. പക്ഷേ അത് പരിഹരിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. കൊടുത്ത വേദനകൾക്കും ഏൽപ്പിച്ച മുറിവുകൾക്കും തെറ്റുപറ്റിപ്പോയെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? മരണം വരെ ഇടം വലം വ്യതിചലിക്കാതെ ഭാര്യയെ ചേർത്ത് പിടിക്കണം, ഭർത്താവിനെ ചേർത്ത് പിടിക്കണം.